എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്പൈസി ഫ്രൈ ആണ്. വളരെ ടേസ്റ്റിയാണിത് കഴിക്കാനായിട്ട്. ചോറിൻ്റെ കൂടെയും അല്ലാതെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിനായിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള 3 ഉരുളക്കിഴങ്ങ് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ ഇത് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ശേഷം ഇതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്താലാണ് ഈ ഉരുളക്കിഴങ്ങ് നല്ല ഉപ്പ് പിടിച്ച് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊരു 3-4 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും ഇത് 1/4 വേവായി കിട്ടും. നമുക്കിത് മുഴുവനായിട്ട് വെന്ത് കിട്ടേണ്ട ആവശ്യമില്ല. ഒരു 1/4 ഭാഗം മാത്രം വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഏകദേശം ഇതൊരു 3-4 മിനിറ്റോളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയിലേക്ക് 1/2 ടീസ്പൂൺ പരിപ്പ് കടലയാണ് ഇട്ടെടുക്കുന്നത്. ശേഷം ഇതേ അളവിൽ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇതേ അളവിൽ തന്നെ 1/4 ടീസ്പൂണോളം വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുക. ശേഷം ഇതിലേക്ക് 3 വറ്റൽമുളകും കൂടി ഇട്ടെടുക്കാം. അധികം എരിവില്ലാത്തതായതുകൊണ്ടാണ് 3 ഇട്ടെടുത്തത്. എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ 2 മാത്രം ഇട്ടെടുത്താൽ മതി. നമ്മൾ ആദ്യം തന്നെ കുരുമുളക് ചേർത്തെടുത്തുകൊണ്ട് അത്യാവശ്യം നല്ല എരിവുണ്ടാകും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ലോണം ചൂടായി വന്നതിന് ശേഷം മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ശേഷം അതേ ചട്ടി തന്നെ അടുപ്പത്ത് വെച്ചെടുക്കുക. ശേഷം 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നാൽ ഇതിലേക്കൊരു 7 അല്ലി വെളുത്തുള്ളി ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ശേഷം ഇതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ഞാനൊരു 6 ചെറിയ ഉള്ളി ഇതേപോലെ ചതച്ചെടുത്തതാണ്. ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുക്കരുത്, ഇതേപോലെ ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് കളറൊക്കെ മാറി വയന്ന് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായിട്ട് കളറൊന്ന് മാറി കിട്ടിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നാക്കി ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നന്നായിട്ട് വീണ്ടും നല്ലോണം യോജിപ്പിച്ച് കൊടുക്കുക. ഇത് നല്ലോണം മിക്സാക്കിയതിന് ശേഷം നമുക്ക് 2 മിനിറ്റോളം ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാനിവിടെ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴേക്കും നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. ചോറിൻ്റെ കൂടെയും അല്ലാതെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്